അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം എല്ലാവരും. ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടാകുമ്പോൾ ജയിക്കും ഒരാൾ ജയിക്കുമല്ലോ. ജയിച്ചെന്ന് പറഞ്ഞിട്ട് 100% അടിയിലും 6 പോയിട്ട് വെടി പൊട്ടിച്ചിട്ട് വലിയ വലിയ വെടി പൊട്ടുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ റോഡിൻ്റെ എന്തോ ഉറപ്പ് പറയണ്ട, മഴക്കാലം വരുമ്പോൾ നല്ലോണം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ കാരണം എന്താ പറഞ്ഞാൽ ജയിച്ചാൽ വെടി പൊട്ടിക്കുന്നുള്ളൂ. 100% അടിയിലോ പിന്നെ മുളിയുള്ള പുല്ലുള്ള എല്ലാം നിങ്ങൾ വെടി പൊട്ടിച്ചെങ്കിൽ പിന്നെ പേര് സർവീസും ഒക്കെ തന്നെ വേണ്ടി വരുമെന്ന്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ജയിച്ചാൽ അത് ആരെങ്കിലും ഒരാൾ ജയിക്കും. അപ്പോൾ ദീർഘായുസ്സും ആരോഗ്യത്തിൽ തട്ട് പറഞ്ഞ വലിയ ആപത്തിന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. വെടി പൊട്ടിച്ചുകൊണ്ടൊന്നും ജയിച്ചാൽ പിന്നെ ഇത് പവറൊന്നും ആവില്ല. ജയിച്ചിട്ടാകുമ്പോൾ ജനങ്ങൾക്ക് ഒരു ഉപകാരമുള്ള ഒരാളെ കിട്ടി നമുക്കൊരാളെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ നമുക്കൊരാളെ ഉപകാരം കിട്ടുന്നതിനേക്കാൾ നമ്മൾ വോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനാമി സമയം കളഞ്ഞിട്ടുണ്ട്. അള്ള ദുനിയാവിനെ എല്ലാം കത്തിച്ച് കളഞ്ഞു പോകുന്നു, ദുനിയാവേ പോയി പോകുന്നു. നല്ലോണം ചിന്തിക്കണം. അനാമി സമയം കളഞ്ഞിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായ ആരെങ്കിലും ഒരാൾ ജയിക്കും, നമുക്ക് സന്തോഷപ്പെടാം. അത്രയേ ഉള്ളൂ. വേറെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ബാക്കിയാ പള്ളിയിൽ മയ്യത്തെ കൊണ്ട് ചേട്ടുന്നു രാഷ്ട്രീയം പറയുന്നത്. അത് രാഷ്ട്രീയം പറയുന്നതൊന്നും തെറ്റല്ലത്. പള്ളിയിൽ വിഷയം പറയാൻ പാടില്ല. എത്ര വലിയ തെറ്റത് മയ്യത്തിന് വെച്ചിട്ട് രാഷ്ട്രീയം പറയുന്നു. എന്താ ആവശ്യം? ആരും ഒരാൾ ജയിക്കും. അപ്പം നമ്മൾ മറ്റാളെ ഒരാൾ തോറ്റ് ഒരാൾ ജയിച്ചെന്ന് പറഞ്ഞാൽ നമുക്കാരെ പൗർവിച്ചാണ്ട. അല്ല എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം തട്ടും. നല്ലോണം സൂക്ഷിച്ചോളൂ. വയ്യ വരുന്നതിന് മണ്ണ് മുടിയാണ്. ആ വെടി പൊട്ടിക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. അല്ല ശ്രമിച്ചിരുന്നു നമ്മളെ. പറഞ്ഞ മനസ്സിലായ അല്ല എല്ലാ വഴിയിലും അല്ല നമ്മൾ തുറന്നു തരണം. നമ്മൾ അള്ളാനെ സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം.